ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലബ് ഹൗസ് എന്നൊരു ആപ്പിനെ പറ്റി പരിചയപ്പെടാം. ഇതിനൊരുപാട് സവിശേഷതകളുണ്ട്. നമുക്ക് അൺലിമിറ്റഡ് ടൈം ഉപയോഗിക്കാനും ഒരുപാട് മെമ്പേഴ്സിനെ ഒരേ ടൈമിൽ മീറ്റ് കേൾക്കാനും ഈ ഒരു ആപ്പിലൂടെ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൂടാതെ മറ്റൊരു പ്രത്യേകതയാണ്, ഒരു പ്രാവശ്യം നമ്മൾ മീറ്റ് നടത്തി നമുക്കത് വീണ്ടും റീപ്ലേസ് ചെയ്ത് കേൾക്കാനുള്ളൊരു ഓപ്ഷൻ കൂടി ഈ ഒരു ക്ലബ് ഹൗസിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ക്ലബ് ഹൗസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഇൻസ്റ്റാൾ ചെയ്തെടുക്കേണ്ടത്. ഐഫോണിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിലാണ് ഇൻസ്റ്റാൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് പ്ലേ സ്റ്റോർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ സെർച്ചിൽ ക്ലബ് ഹൗസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. സെർച്ച് കൊടുത്തു, ഈ കാണുന്നതാണ് ക്ലബ് ഹൗസ്. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്കിതൊന്നിന് വെരിഫിക്കേഷൻ ചെയ്യണം. ഇവിടെ താഴെ കണ്ടോ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇന്ത്യൻ നമ്പറോ അല്ലെങ്കിൽ ഫോറിൻ നമ്പറോ ഒക്കെ കൊടുക്കാവുന്നതാണ്. ഏതായാലും നമ്മുടെ മൊബൈൽ നമ്പർ കൺട്രി കോഡോട് കൂടിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ നമ്മൾ കൺട്രി കോഡ് 91 മാറ്റി കൊടുക്കണം. കൃത്യമായിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. ഇവിടെ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പ്രോസസ്സായിട്ട് വരുന്നുണ്ട്. വെരിഫൈ ഫോൺ നമ്പർ. ടു വെരിഫൈ യുവർ നമ്പർ ഓട്ടോമാറ്റിക്കലി യു ക്യാൻ ഗിവ് ആസ് പെർമിഷൻ ടു ഗിവ് യു എ കോൾ ആൻഡ് ആക്സസ് യുവർ കോൾ ലോഗ്സ്. നമുക്ക് ജസ്റ്റ് ഒരു കോളാണ് നമുക്ക് വെരിഫിക്കേഷന് വേണ്ടി വരുന്നത്. ജസ്റ്റ് ഇവിടെ കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ അലോ കൊടുക്കാം. വെയിറ്റ് ഫോർ ദ കോൾ. നമുക്ക് ആ കോളിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് കോൾ വരും. വി വിൽ പ്രോസസ് ഇറ്റ് ഓട്ടോമാറ്റിക്കലി, ഡോണ്ട് പിക്ക് അപ്പ് ദ കോൾ. നമ്മൾ ആ കോൾ എടുക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി അത് വെരിഫൈ ആവുന്നതാണ്. ഓക്കെ, നമ്മുടെ കോൾ വന്നിട്ടുണ്ട്. നമുക്ക് മേലെ കാണാം. ഫോൺ സൈലൻ്റ് ആക്കി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ അവിടെ വെരിഫിക്കേഷൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പേരാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പേരൊന്ന് അവിടെ ടൈപ്പ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ യൂസർ നെയിമാണ് അവിടെ കാണിക്കുന്നത്. അത് വന്നിട്ടുണ്ട്. ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കാം. ഈ ഒരു അറ്റ് എന്നുള്ള ചിഹ്നത്തോടു കൂടിയാണ് ഇത് വരുന്നത്. ജസ്റ്റ് നമ്മുടെ ഏജ് കൊടുക്കാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. പ്രൊഫൈൽ ഫോട്ടോ വേണമെങ്കിൽ കൊടുക്കാം. നമ്മുടെ ഗാലറിയിലേക്ക് പോയിട്ട് നമുക്കൊരു പ്രൊഫൈൽ പിക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചൂസ് ഫ്രം ഗാലറി എന്നുണ്ടാകും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ മകൻ്റെ ഫോട്ടോ ആണ് കൊടുക്കുന്നത്. പബ്ലിക്കിലായതുകൊണ്ട് നമ്മുടെ ഫോട്ടോ കൊടുക്കുന്നില്ല. അവിടെ ഡൺ കൊടുക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഫോട്ടോ കൊടുക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കാം. സി വിച്ച് ഫ്രണ്ട്സ് ആർ ഓൾറെഡി ഹിയർ. നെക്സ്റ്റ് കൊടുത്തു. അലോ കൊടുത്തു. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാലാണ് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത്രയും പ്രോസസ്സ് നമുക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. നമ്മുടെ പേര് കൊടുത്തു, പ്രൊഫൈൽ പിക്കൊക്കെ കൊടുത്തു, അത് സെറ്റായി. ഇപ്പോൾ നമ്മുടെ ക്ലബ് ഹൗസ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ക്ലബ് ഹൗസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് ക്ലബ് ഹൗസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഹോമിൽ പോയി നോക്കുമ്പം ഇതുപോലെ കുറേ ഹൗസ് ചാറ്റുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അബദ്ധത്തിലൊന്നും നമ്മൾ മറ്റുള്ളവരുടെ ചാറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് മീറ്റിലാണോ കയറാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് പോയാൽ മതി. ഇനി മേലെ ആയിട്ട് നമ്മുടെ പ്രൊഫൈൽ അവിടെ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിതുപോലെ ആക്ടിവിറ്റീസ് കാണാൻ വേണ്ടി പറ്റും. ഇനി ജസ്റ്റ് നമ്മുടെ പ്രൊഫൈലൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ഷെയർ എന്നുണ്ടാകും. ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതേപോലത്തെ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലബ് ഹൗസിൻ്റെ ലിങ്ക് വാട്സപ്പിൽ നമുക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ കൊടുത്താൽ മതി.
ഇനി അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ കണ്ടോ നമ്മുടെ മുന്നേ വെച്ചിട്ടുള്ള മീറ്റിങ്ങുകൾ കാണുന്നതാണ്. ഞാൻ പറഞ്ഞത് റീപ്ലേസിനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളതല്ലേ. ഈ ഒരു ജനറൽ മീറ്റിംഗ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പ്ലേ കൊടുത്താൽ നമ്മുടെ മീറ്റ് നമുക്ക് കേൾക്കാം. മുന്നേ ഉള്ളത് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് അടിച്ച് വിടാം. ഇവിടെ താഴെ ഒന്നെന്ന് കണ്ടോ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല മേഡം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ എന്താ സ്റ്റാറ്റസ് ഇടുന്നില്ല, സ്റ്റാറ്റസ് ഇടാത്തത്, സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ഒരാഴ്ചത്തെ പൈസ കട്ടാകും. ഓക്കെ, നമ്മുടെ മീറ്റിംഗ് ആണത്. അപ്പോൾ നമുക്ക് 1.5-ലിട്ട് കേൾക്കാം, 2-ലിട്ടിട്ട് കേൾക്കാം. നമുക്ക് സൗണ്ട് സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളിവിടെ ജസ്റ്റ് ഏതെങ്കിലും ഒരു മീറ്റിലൊന്ന് കയറി ഇവിടെ ഒരു ഹാൻഡ് റൈസിൻ്റെ ഓപ്ഷൻ കണ്ടോ. നമ്മളൊരു മീറ്റ് കേൾക്കുന്ന സമയത്ത് ഈ ഒരു ഹാൻഡ് റൈസ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സംസാരിക്കാനുള്ളൊരു അവസരമുണ്ട്. ഇപ്പം നമ്മൾ അവിടെ ഒരു ലിസണറാണ്, നമുക്കത് കേൾക്കാം. ഇനി നമ്മളെ ആ ഒരു ഹൗസിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഹാൻഡ് റൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അഡ്മിന് നമ്മൾ അങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്ലബ് ഹൗസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ലീവ് ക്വിറ്റിലെന്നുണ്ട്, അത് കൊടുത്താൽ നമ്മൾ അവിടെ ലീവ് ആകും. ഇനി നമുക്ക് തന്നെ ഒരു മീറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ താഴെയുള്ള സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സ്റ്റാർട്ട് എ റൂം എന്നുണ്ടാകും, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ കണ്ടു. ഇവിടെ പബ്ലിക് ഉണ്ട്, ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഓൺലി ഉണ്ട്, അഡോമൻസ് ജനറൽ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് മീറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ആ ബ്ലൂ കളറിൽ ടാപ്പ് ടു ഗോ ലൈവ് എന്നുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് റൂം നമ്മുടെ ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് നമുക്ക് തന്നെ ഒരു മീറ്റ് സെറ്റ് ചെയ്യാനും ഈ ഒരു ആപ്പിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്ലബ് ഹൗസിൻ്റെ ഡീറ്റെയിൽസ്. വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. ഒരുപാട് മെമ്പേഴ്സിനെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റും. ഇതിലൊരുപാട് മീറ്റ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കവിടെ ലിസണറായിട്ട് കേൾക്കാം, നമുക്ക് സംസാരിക്കണമെങ്കിൽ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.